ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് അപേക്ഷ നൽകിയത്. യുവതിയുമായി ഉള്ളത് സൗഹൃദം മാത്രമാണെന്നാണ് ജാമ്യാപേക്ഷയിൽ പറയുന്നത്. ബലാത്സംഗമോ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. രാഷ്ട്രീയ പ്രേരിതമായ പരാതിയെന്നും ജാമ്യ ഹർജിയിൽ. നെയ്യാറ്റിൻകര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അതിജീവതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. ബലാത്സംഗം, വിവാഹ വാഗ്ദാനം നൽകി പീഡനം, ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കൽ തുടങ്ങിയ ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് രാഹുലിനെതിരെ കേസെടുത്തത്. രാഹുൽ സംസ്ഥാനം വിട്ടതായി സൂചന. സിജോ വി ജോണുണ്ട് വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്തു നിന്നും. സിജോ, എന്തെല്ലാം കാര്യങ്ങളാണ് ജാമ്യ ഹർജിയിൽ പ്രധാനമായും രാഹുൽ ചൂണ്ടിക്കാണിക്കുന്നത്? തനിക്കെതിരെ ഉണ്ടായിട്ടുള്ള മുഴുവൻ ആരോപണങ്ങളെയും ഈ കേസിനെയും തന്നെ പൂർണ്ണമായും തള്ളുകയാണ് രാഹുൽ ഈ ജാമ്യാപേക്ഷയിൽ. മാത്രമല്ല, ഈ ജാമ്യാപേക്ഷയിൽ ഗുരുതരമായ ചില ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, തനിക്കെതിരായിട്ടുണ്ടായിരിക്കുന്ന ഈ കേസ് എന്ന് പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസാണ്. കേസ് വന്നത് CPM BJP കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടാണെന്നുള്ളതും ഈ ജാമ്യ ഹർജിയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സ്വർണ്ണക്കൊള്ളക്കടത്ത് കേസിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ആണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇതിന്റെ രാഹുലും ഇവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണ് തനിക്ക് ഈ ലേഡിയുമായിട്ടുള്ളത്. ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി താനല്ല, ഇവർ വിവാഹിതയാണ് എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു തരത്തിലും ഇവരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ഇവരെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ഈ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും ജാമ്യാപേക്ഷ ഇപ്പോൾ കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം ഇതുമായി ബന്ധപ്പെട്ട വാദം കേൾക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.